നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. ഇന്ന് നമുക്ക് ADHD എന്നറിയപ്പെടുന്ന ബ്രെയിനിനെ ബാധിക്കുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് നോക്കാം. എന്ത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും വളരെ കുറച്ച് സമയം മാത്രം ആ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക, പഠനത്തിൽ വൈകല്യങ്ങൾ കാണിക്കും, മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ കാണിക്കാം, ഏകാഗ്രതക്കുറവുണ്ടാകാം, എടുത്തുചാട്ടമുണ്ടാകും, ക്ഷമയില്ലായ്മയും അമിത ദേഷ്യവും കാണപ്പെടുന്നു. പഠന വൈകല്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ അവർ വേറെ വേറെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യില്ല. ആ ഒരു സമയത്ത് പേരൻസ് ഇത് കണ്ടിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് വെറുതെ കുട്ടികളെ അടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുക. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. ADHD കുട്ടികളിലാണ് കാണപ്പെടുന്നതെങ്കിലും കുട്ടികളിൽ അത് കണ്ടുപിടിച്ച് ചികിത്സിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് വലുതാകുമ്പോഴും ആ രോഗം ആ വ്യക്തിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പാരമ്പര്യമായിട്ടുള്ളൊരു ഘടകം ഉണ്ടാകും. അതുപോലെ തന്നെ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മ കഴിച്ച ആഹാരം ഒരു ഘടകമാണ്. കുടുംബ വഴക്കുകൾ, ജങ്ക് ഫുഡ്, പ്രിസർവേറ്റീവ്സ് ചേർത്ത ഫുഡ്, ഇതൊക്കെ ഇതുപോലെയുള്ള ADHD പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകും. ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ കൗൺസിലിംഗ് നടത്തുക, സ്പീച്ച് തെറാപ്പി നല്ലൊരു പോംവഴിയാണ്. അതുപോലെ ആഹാര രീതിയിൽ മാറ്റം വരുത്തുക, ഉചിതമായിട്ടുള്ള മരുന്നുകളും ചികിത്സകളും നൽകുകയും വേണം. കറക്റ്റ് സമയത്തുള്ള ആഹാരം, ഉറക്കം, ചിട്ടയായിട്ടുള്ള വ്യായാമം, യോഗ, അതുപോലെ വാദം കുറയ്ക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളും കൂടെ ഉൾപ്പെടുത്തണം. ആഹാരത്തിൽ നെയ്യ് കൂടുതലായി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. നെയ്യ് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് സഹായിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉരമരുന്ന് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് ഇപ്പം മിക്കവാറും ആൾക്കാരത് ചെയ്യാറില്ല. ഉരമരുന്നിനെക്കുറിച്ച് മിക്കവർക്കുള്ള ധാരണ അത് വയറൊഴിയാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണെന്നാണ്. പക്ഷേ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ധാരാളം ഔഷധങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓൾറെഡി ഞാനൊരു ഉരമരുന്നിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ചേർക്കാം. ബ്രഹ്മീഘൃതം ഉപയോഗിക്കാം. സാരസ്വതാരിഷ്ടം വിത്ത് ഗോൾഡ് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് വളരെ നല്ലതാണ്. അതുപോലെ സ്വർണ്ണപ്രാശനം എന്ന് പറയുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രിയയും കൂടെ ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ നസ്യം ചെയ്യുക, ശിരോധാര ചെയ്യുക, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ യോഗ, വ്യായാമം, കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ചിറ്റാമൃത അല്ലെങ്കിൽ അമൃതവള്ളി, ബ്രഹ്മി, അമുക്കുരം ഇതൊക്കെ ചേർന്നിട്ടുള്ള ഔഷധങ്ങളും ADHD നല്ല റിസൾട്ട് നൽകുന്നതാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം തന്നെ കുട്ടികൾക്ക് ഈ ബേക്കറി ഐറ്റംസ്, ജങ്ക് ഫുഡ്സ്, ധാരാളം സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നത് ഒഴിവാക്കണം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആട്ട മേടിക്കുമ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ആട്ട മേടിക്കാൻ ശ്രദ്ധിക്കണം. ADHD എന്ന കണ്ടീഷനുള്ളൊരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു എൻകറേജ്മെൻറ്റും വളരെ അത്യാവശ്യമാണ്. ചികിത്സ ആവശ്യമുള്ളവരിൽ മേൽപ്പറഞ്ഞ ചികിത്സകൾ യഥാസമയം ചെയ്ത് ഈ രോഗം മാറ്റാവുന്നതാണ്.